സലാലയിലെ ലാസ്റ്റ് വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് പേര് ചോദിച്ചു, നിങ്ങൾ തിരിച്ചു വന്ന വഴിയൊന്ന് കാണിച്ചു തരാമോ. 9 മണിയോടുകൂടി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഉടുപ്പിയിൽ കയറി നല്ലൊരു വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചു കയറ്റി. അയ്യൂബ് നബിയുടെ ഖബർസ്ഥാനവും കണ്ടതിന് ശേഷം നേരെ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനം പർച്ചേസ് ചെയ്തു. പോകുന്ന വഴിയിലെല്ലാം യുവമാരുടെ ശല്യം അത്യാവശ്യമുണ്ട്. മുൻകൂട്ടി കരുതിയ ലഞ്ച് പോകുന്ന വഴിയിലെ നല്ല ഒരു സ്ഥലത്ത് വെച്ചിട്ടിരുന്ന് കഴിച്ചു. 6 പേരടങ്ങിയ മോട്ടോർ സൈക്കിൾ യാത്രക്കാരെ കാണാനിടയായി. സലാലയിൽ നിന്ന് മിർബാത്ത് ഏരിയയിലോട്ടാണ് യാത്ര. മലയോ മരുഭൂമിയോ കടലോ ഒന്നും ഇവർക്ക് പ്രശ്നമില്ല. ഇവർ നടന്നുകൊണ്ടേയിരുന്നു. വാഹനത്തിന്റെ അധിക ശബ്ദവും ഹോണടിയും ഇവരെ ഭയപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. കാറിൽ സഞ്ചരിക്കുന്നവരെക്കാൾ കൂടുതൽ ഭയപ്പെടുത്തുന്നത് ബൈക്കിൽ സഞ്ചരിക്കുന്നവരെയാണ്. നിങ്ങളൊരു സഞ്ചാരിയാണ്, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ നിങ്ങൾ എന്തായാലും പോയിരിക്കേണ്ട ഒരു റൂട്ടാണിത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾ പോയത് റോങ് വേ ആണെന്ന്. പക്ഷെ ഞാൻ പറയും, ഞാൻ പോയത് യഥാർത്ഥ വഴിയാണ്. കാരണം ഞാൻ പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടി പോയതല്ല, പ്രകൃതിയെ ആസ്വദിച്ച് കാണാൻ വേണ്ടി പോയതാണ്. പല ചിത്രങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ളത് പോലെയുള്ള മലകളും ഉജാല മുക്കിയത് പോലെയുള്ള കടലും എന്താ ഭംഗി. ചില മലകൾക്കിടയിലൂടെ പോകുമ്പോൾ നമുക്ക് തോന്നും ഇത് വരച്ചു വെച്ചതാണോ എന്ന്. പോകുന്ന വഴികളിലൂടെ എല്ലാം നിർത്തി കണ്ടാസ്വദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഹൈമയിൽ എത്തുന്നത് ഏകദേശം 2 മണിയോടുകൂടിയാണ്. ഹൈമയിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം 1-2 മണിക്കൂർ റെസ്റ്റ് എടുത്തു. സുബൈ നമസ്കാരത്തോടു കൂടി വീണ്ടും യാത്ര തുടർന്നു. ഹൈമയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ 2 വഴിയായി തിരിഞ്ഞു. ഇബ്രിയിലോട്ടുള്ള യാത്രയും നല്ല ഭംഗിയുള്ളതായിരുന്നു. പഴയ കുറെ കെട്ടിടങ്ങളും അവിടെ കാണാനിടയായി. എനിവേ, താങ്ക് യു സോ മച്ച്.